ധനീഷിനെ വീട്ടിൽ വെച്ചാണ് പോലീസ് പിടികൂടിയത്. അമ്മയോട് ശ്രീകാന്ത് മോശമായി പെരുമാറി. ഇതിലുള്ള വൈരാഗ്യമാണ് കൊലയിലേക്ക് നയിച്ചത്. ഇരുചക്ര വാഹനത്തിലാണ് ധനീഷ് കൃത്യം നടത്തുന്നതിനായി എത്തിയത്. 30ഓളം CCTV ദൃശ്യങ്ങളും വാഹനത്തിന്റെ നമ്പറും മോഡലും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതിയെ പോലീസ് തിരിച്ചറിഞ്ഞത്. കൊലപാതകത്തിന് തലേ ദിവസം ശ്രീകാന്തിന്റെ കാർ കത്തിച്ചതും ധനീഷ് തന്നെയെന്ന് പോലീസ് കണ്ടെത്തി. ഇന്നലെ രാത്രിയിൽ നമുക്ക് പിടിക്കാൻ സാധിച്ചു. സസ്പെക്ട് ആൾ നമ്മുടെ ഒരു വെള്ളയിൽ പോലീസ് സ്റ്റേഷനിലെത്തുന്ന ഒരു താമസക്കാരായ ഒരു 33 വർഷ ഒരാൾ യുവാവ് തന്നെയാണോ? കാർ കത്തിച്ച് അതേ പ്രതി തന്നെയാണോ? ഈ സംഭവം നടന്ന പ്രധാനപ്പെട്ട കാരണം ഒരു പേഴ്സണൽ എനിമിറ്റിയാണോ നമ്മളെ ഇതുവരെ നമുക്ക് മനസ്സിലാക്കി സാധിച്ചത്. അതിലെ ബന്ധപ്പെട്ട തുടർ അന്വേഷണം ഇപ്പം നടക്കുന്നുണ്ട്. ബാക്കി നമ്മളിപ്പോൾ അറസ്റ്റ് റെക്കോർഡ് ചെയ്ത് അവർക്ക് കോടതിയിൽ ഹാജരാക്കുന്നു. സംശയത്തെ തുടർന്ന് ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുത്ത പ്രതിയുടെ സുഹൃത്തിനെ പോലീസ് വിട്ടയച്ചു. ഞായറാഴ്ച പുലർച്ചെയാണ് ഓട്ടോ ഡ്രൈവറായ ശ്രീകാന്തിനെ കോഴിക്കോട് വെള്ളയിൽ പണിക്കർ റോഡിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തിയത്. കഴുത്തിനേറ്റ വെട്ടാണ് മരണകാരണം. പ്രതിയുടെ ബന്ധുവാണ് കൊല്ലപ്പെട്ട ശ്രീകാന്ത്. 2013 എലത്തൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത പ്രഭുരാജ് വധക്കേസിൽ പ്രതിയായിരുന്നു കൊല്ലപ്പെട്ട ശ്രീകാന്ത്.